ഒമാൻ ഉൾക്കടലിൽ US സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മറൈൻ എഞ്ചിനീയർ പട്നാല സുരേഷിന്റെ അവസാന ഫോൺ സംഭാഷണം പുറത്ത്. മരണത്തിന് തൊട്ടുമുമ്പ് ഭാര്യ ഭാർഗവിയോട് സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ കണ്ണീരോർമ്മയാകുന്നത്. പ്രദേശത്തെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് സൂചന നൽകിയപ്പോഴും തന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്നും വിവാഹ വാർഷികം ആഘോഷിക്കാൻ താൻ ഉറപ്പായും വീട്ടിലെത്തുമെന്നും സുരേഷ് ഭാര്യയ്ക്ക് വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെയായിരിക്കും അവൻ മടങ്ങി വരിക എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികൻ പട്നാല സുരേഷിന്റെ ഭാര്യ ഭാർഗവി പറഞ്ഞു. ഈ മാസം തങ്ങളുടെ 15ാം വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ദമ്പതികൾ. എന്നാൽ അതിനു പകരം സുരേഷ് ഇല്ലാത്ത ഒരു ഭാവിയോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഭാർഗവി. സുരേഷിന്റെയും തങ്ങളുടെ 2 മക്കളുടെയും ചിത്രങ്ങൾക്ക് നടുവിലിരുന്ന് 39-കാരിയായ ഭാർഗവിക്ക് ഭർത്താവിന്റെ ആ വാഗ്ദാനവും അദ്ദേഹത്തിന്റെ മരണവും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല. സുരേഷ് ഏകദേശം 15 വർഷത്തോളം മറൈൻ എഞ്ചിനീയറായി ലോകമെമ്പാടും സഞ്ചരിച്ച് കടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവന് ജോലി ഒത്തിരി ഇഷ്ടമായിരുന്നു. കൂടുതൽ സമയവും കടലിൽ ചെലവഴിക്കാനാണ് അവൻ ആഗ്രഹിച്ചത് എന്ന് പിതാവ് രാമകൃഷ്ണ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. അവൻ സാധാരണയായി ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ വീഡിയോ കോളുകളിൽ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ജൂൺ 5 മുതൽ കോളുകൾ വിളിക്കുന്നത് ബുദ്ധിമുട്ടായി മാറി. ജൂൺ 9 ആയപ്പോഴേക്കും കോളുകൾ പൂർണ്ണമായി നിന്നു. കടലിലായതുകൊണ്ട് നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ഭാര്യ ഭാർഗവി പറഞ്ഞു. 2 ദിവസത്തോളം വിവരമൊന്നുമില്ലാതെ കാത്തിരുന്ന ശേഷമാണ് ഭർത്താവ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം ഭാർഗവി അറിയുന്നത്. ആദ്യമൊക്കെ എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണെന്നും സുരേഷ് ജീവനോടെ ഉണ്ടാകുമെന്നും കുടുംബം പ്രത്യാശിച്ചു. എന്നാൽ ആ പ്രതീക്ഷകൾ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ആക്രമണം നടന്ന സമയത്ത് രക്ഷപ്പെടാൻ യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ലെന്ന് കപ്പൽ മാനേജ്മെന്റ് കുടുംബത്തെ അറിയിച്ചതായി ഭാർഗവി പറഞ്ഞു. ആ സമയത്ത് കപ്പലിലെ ജനറേറ്ററുകളിലൊന്നിന്റെ തകരാർ പരിശോധിക്കുകയായിരുന്നു സുരേഷ്. സുരേഷിന്റെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്നും സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് 2 നാവികരുടെ വീടുകളിലും ഇതേ അവസ്ഥയാണ്. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ജില്ലയിലെ 29-കാരനായ ആദിത്യ ശർമ്മയും ഉത്തർപ്രദേശിലെ ഡിയോറിയ ജില്ലയിലെ 35-കാരനായ ശിവാനന്ദ് ചൗരസിയുമാണ് കൊല്ലപ്പെട്ട മറ്റ് 2 നാവികർ. ബുധനാഴ്ച ഒമാൻ ഉൾക്കടലിൽ വെച്ച് US സൈന്യം MT സ്റ്റെബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തി. ഇറാനുമായി ബന്ധമുള്ള കപ്പൽ ഗതാഗതത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള വാഷിംഗ്ടണിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ ആക്രമണം. കപ്പൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും ഇറാന്റെ എണ്ണയാണ് കടത്തിയിരുന്നതെന്നും US സൈന്യം പറയുന്നു. എന്നാൽ കപ്പലിന്റെ മാനേജ്മെന്റ് ഈ വാദം നിഷേധിച്ചു. കപ്പലിന് ഇറാനുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആക്രമണത്തിനു മുമ്പ് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി.